അതുപോലെ ഈ വീഡിയോ ബേസിക് ഇലക്ട്രിക്കലിന്റെ ഫുൾ റെക്ടിഫൈഡ് സൈൻ വേവിന്റെ RMS വാല്യൂം ആവറേജ് വാല്യൂവും കാണാനാണ്. അപ്പോൾ നമ്മളുടെ ഫുൾ റെക്ടിഫൈഡ് സൈൻ വേവിന്റെ വേവ് ഫോം ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന്റെ ടൈം പീരീഡ് എത്ര? പൈ ആണ്. ഓക്കെ, ടൈം പീരീഡ് ഇസ് പൈ. പിന്നെന്താണ് ഈ വേവ് ഫോമിന്റെ ഇക്വേഷൻ എന്താ? I of t is equal to Im അല്ലെങ്കിൽ I of theta is equal to Im sin theta, ടൈം പീരിയഡ് is equal to പൈ. ഇനി I RMS കാണണമെങ്കിൽ ഇക്വേഷൻ ഈസ് 1/t integral 0 to t Im I of theta the whole square d theta. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇക്വേഷൻ I of t എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ 1/π ഇന്റഗ്രൽ 0 to പൈ, 0 to പൈ വരെ ഒരേ വേവ് ഫോം ആയതുകൊണ്ട് ഇക്വേഷൻ Im sin theta ഹോൾ സ്ക്വയർ d theta. അപ്പോൾ ഇതിനെ സ്ക്വയർ എടുക്കുമ്പോഴത്തേന് Im സ്ക്വയർ പുറത്തെടുത്തു ബൈ പൈ ഇന്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. എഗെയിൻ സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇതാക്കി എഴുതുക, സ്പ്ലിറ്റ് എഴുതുക, 1 - cos 2 തീറ്റ ബൈ 2 എന്ന് വരും. അപ്പോൾ 2 പുറത്ത് വന്നു. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേന് യു വിൽ ഗെറ്റ് ദ ആൻസർ as Im സ്ക്വയർ ബൈ 2π പുറത്തുണ്ട്. ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് യു വിൽ ഗെറ്റ് പൈ. പിന്നെ അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ Im ബൈ √2. സോ ദിസ് ഇസ് ദ RMS വാല്യൂ ഓഫ് എ ഫുൾ റെക്ടിഫൈഡ് സൈൻ വേവ് ഈസ് Im ബൈ √2. ഓക്കെ, ഇനി അടുത്തത് Im ബൈ √2 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതിൻ്റെ RMS വാല്യൂ ആയിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് സൈൻ വേവിൻ്റെ RMS വാല്യൂ Im ബൈ √2 ആയിരുന്നു. അതുപോലെ I ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ I ആവറേജ് ഇസ് ഈക്വൽ 1/t ഇന്റഗ്രൽ 0 to t I of t dt. അപ്പോൾ അത് ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Im sin തീറ്റ ടൈം പീരീഡ് പൈ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നിങ്ങൾ നോക്കണം ഇത് സിമെട്രിക് ആണോ? ഇത് സിമെട്രിക് അല്ല, കാര്യം ഒരു പോസിറ്റീവ് സൈക്കിൾ മാത്രമേ ഉള്ളൂ, ഇതിന് നെഗറ്റീവ് സൈക്കിൾ ഇല്ല. അപ്പോൾ ഫുൾ ടൈം പീരീഡിന് തന്നെ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇക്വേഷൻ I ആവറേജ് ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to പൈ Im sin തീറ്റ ഡി തീറ്റ. സൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -cos തീറ്റ ലിമിറ്റ് 0 to പൈ ഇടുമ്പോഴത്തിന് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2Im ബൈ പൈ. സോ RMS വാല്യൂ ഈസ് Im ബൈ √2, മറ്റേത് I ആവറേജ് ഇസ് 2Im ബൈ പൈ. ഇത് രണ്ടും ഒരു സ്റ്റാൻഡേർഡ് സൈൻ വേവിന്റെ RMSും ആവറേജ് വാല്യൂവിന്റെ സെയിം വാല്യൂ ആണ് ഒരു ഫുൾ റെക്ടിഫൈഡ് സൈൻ വേവിന് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫോം ഫാക്ടർ ആണ് IRMS ബൈ I ആവറേജ് ആൻഡ് ഇറ്റ് ഇസ് സെയിം ആസ് 1.11. 1.11 തന്നെയായിരുന്നു ഒരു സ്റ്റാൻഡേർഡ് സൈൻ വേവിന്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈൻ വേവിന്റെയും ഫുൾ വേ റെക്ടിഫൈഡ് സൈൻ വേവിന്റെയും RMS വാല്യൂയും ആവറേജ് വാല്യൂയും ഫോം ഫാക്ടറും ഒന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു സ്ക്വയർ വേവ്, പിന്നെ അതുപോലെ ട്രയാങ്കിൾ, സോ ടൂത്ത്, ഇങ്ങനെ 3 സ്റ്റാൻഡേർഡ് വേവ് ഫോംസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരും.